ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് മിസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എത്ര പേര് ഓണം എക്സാമിന് പഠിച്ചു തുടങ്ങി? ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്തിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക യെസ് മിസ്, ആൻഡ് ഓൾസോ കമൻറ്റ് ചെയ്യുക എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓണം എക്സാമിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ജസ്റ്റ് ഇതാ ഇപ്പം തന്നെ എൻ്റെ കുട്ടികളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് കാണുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓണം എക്സാമിൻ്റെ ഡേറ്റ് വന്നു. ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി എത്ര ദിവസമാണ് നമ്മൾക്ക് എക്സാമിനുള്ളതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് സീരിയസ്നെസ് വരാൻ വേണ്ടിയാണ് മിസ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ ഡേറ്റും നമ്മുടെ കയ്യിൽ എത്ര ദിവസമുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു സീരിയസ്നെസ് വരാൻ വേണ്ടി തന്നെയാണ്. അപ്പം നമുക്കറിയാം ഓണം എക്സാം ഓഗസ്റ്റ് 20 സ്റ്റാർട്ട് ചെയ്യും. വി ഹാവ് 37 days ലെഫ്റ്റ്. അതിൽ നിങ്ങൾക്ക് 30 ദിവസം മാത്രം നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. അപ്പം ജസ്റ്റ് 1 month ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ആൻഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 11 ചാപ്റ്റേഴ്സ് ആണ്. സോഷ്യൽ, അതേപോലെ തന്നെ മാത്സ്, ദെൻ ബേസിക് സയൻസിൽ നിന്നും പ്ലസ് ലാംഗ്വേജസും കൂടെ കൂട്ടുകയാണെങ്കിൽ ഏകദേശം 30ഓളം ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. 30 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരിയസ്നെസ് നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി നിങ്ങൾ പഠിച്ചുകൂടെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ്സിന് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, ഓണം എക്സാം നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം മെയിൻലി നിങ്ങൾ തിങ്ക് ചെയ്യുക, ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഇത്രയും ദിവസം നമ്മൾ ഉഴപ്പി, പ്രശ്നമില്ല. ഇത്രയും ദിവസം നമ്മൾ പഠിക്കാതെ നടന്നു, പ്രശ്നമില്ല. പക്ഷെ ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഈ 30 ദിവസങ്ങൾ ഉണ്ടായിട്ട്, ഒരു മാസം ഉണ്ടായിട്ട്, അത്രയും ദിവസങ്ങൾ നിങ്ങൾ ഇനി ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്താ പറയുക, വേസ്റ്റ് ചെയ്ത് പോകുന്ന ഓരോ മിനിറ്റുകളും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ്, സമയങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഒരുപാട് കുട്ടികൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ഇത്രയും ചാപ്റ്റേഴ്സ് ഇപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബാച്ചൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും റിവിഷൻ വരെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള വിവരം എൻ്റെ കുട്ടികൾ അറിയണം. അപ്പം നിങ്ങൾ അതിലെവിടെ നിൽക്കുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? ഞാൻ ഉഴപ്പിയാണോ നിൽക്കുന്നത്? ഞാൻ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് സ്വന്തം ചോദിക്കുക. ഇനിയെങ്കിലും എന്നെ കൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റില്ലേ? എനിക്ക് നല്ല മാർക്ക് വേണം എന്നില്ല, എല്ലാവരുടെ മുമ്പിലും എനിക്ക് അഭിമാനത്തോടു കൂടെ ഞാൻ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് പറയണ്ടേ എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിക്കുക. അതിന് നിങ്ങൾ ഒരേ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനിയുള്ള ദിവസം ഞാൻ വേസ്റ്റ് ചെയ്യാതെ പഠിക്കും. സോഷ്യൽ മീഡിയ ഞാൻ മാക്സിമം കുറച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി പഠനത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ നന്നായിട്ട് പഠിക്കും എന്നുള്ള ഒരു ഡിസിഷനാണ് നിങ്ങൾക്ക് ഈ ഒരു ഏറ്റവും നല്ല മാർക്കിൽ നിന്ന് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നത്. ആ ഒരു ഡിസിഷൻ ഇപ്പം എൻ്റെ കുട്ടികൾ എടുക്കാം. യെസ് മിസ്, ഇനിയുള്ള 30 days ഞാൻ നന്നായിട്ട് പഠിക്കും, ഉറപ്പായിട്ടും എനിക്ക് നല്ല ഒരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളത് ജസ്റ്റ് ആലോചിക്കുക. ആൻഡ് ഒരേ ഒരു കാര്യം എൻ്റെ കുട്ടികൾ മനസ്സിൽ വെക്കുക, ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. എപ്പോഴും എല്ലാവരും നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യില്ല, നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ പഠിക്കൂ എന്ന് പറയാൻ ആരും നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം എന്നില്ല. ബട്ട് അതിനിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് ആയിട്ടാണെങ്കിലും മിസ് നിങ്ങളോട് വന്ന് പറയാനുള്ള കാരണം നിങ്ങൾ ഓരോരുത്തരും ഡിസേർവ് ചെയ്യുന്നുണ്ട് നല്ലൊരു മാർക്ക്. സോ അതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ആൻഡ് ഓൾസോ നിങ്ങൾക്കറിയാം ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും. ഇനിയിപ്പോൾ ബാച്ചിലർ ജോയിൻ ചെയ്യാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് വൺ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല, എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം, എനിക്ക് നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്, എക്സാംസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളുടെ സൃഷ്ടി ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, സൃഷ്ടി ബാച്ചിൽ ഒരുപാട് കുട്ടികൾ നന്നായിട്ട് പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരാൾ പോലും നമ്മുടെ ബാച്ച് ഏറ്റവും അടിപൊളിയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൃഷ്ടി ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ടെൻഷനൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഒരേ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക, ജസ്റ്റ് അതൊന്ന് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അറിയാം, അവസാനത്തെ ബാച്ച്, ലാസ്റ്റ് ബാച്ച് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്ത് ഇപ്പോൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് ഡെഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മളിപ്പോൾ ചാപ്റ്റേഴ്സ് ഓരോന്നായിട്ട് നമ്മുടെ എക്സാമിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിവിഷൻ തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പഠിച്ചു പോകണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരും എന്നുള്ള കാര്യം നമ്മുടെ സൃഷ്ടി ബാച്ചിൻ്റെ ലാസ്റ്റ് ബാച്ചിൽ നമ്മൾ എന്ത് ചെയ്തതാണ്, നിങ്ങൾക്ക്
വാക്ക് തന്നതാണ്, അത് നമ്മൾ പാലിച്ചിരിക്കും. അതിൽ നിങ്ങളും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ക്ലാസ് വിത്ത് നോട്ട്സ്, അതേപോലെ തന്നെ വർക്ക്ഷീറ്റ്, ക്വസ്റ്റ്യൻസ്, അതേപോലെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ്, ഇതെല്ലാം ഈ ഒരു 30 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ എൻ്റെ കുട്ടികൾ റെഡി ആണെങ്കിൽ ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് നമ്മുടെ സൃഷ്ടി ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം. ഈ ഒരു ഓണം എക്സാം നമ്മൾ ഉറപ്പായിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കോറിലേക്ക് തന്നെ എത്തിയിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടും. സോ നന്നായിട്ട് പഠിക്കുക. ഈ 30 ദിവസം ഓണം എക്സാം മാത്രമാണ് എൻ്റെ കുട്ടികളുടെ മനസ്സിലുണ്ടാവുള്ളൂ. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക, ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു.